ഇന്ന് നമുക്ക് ശിവരാത്രി ഒരിക്കലാട്ടോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബെഡ്ഷീറ്റ് ചവിട്ടി അങ്ങനെ എല്ലാ സംഭവങ്ങളും അലക്കി വീട് ഫുൾ അടിച്ച് വാരി തുടച്ചതിന് ശേഷമായിട്ട് നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ തൃപ്പൂണിത്തമ്പലത്തിലേക്കാട്ടോ വന്നേക്കണത്. നമ്മുടെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പോൾ പറവുത്സവം നടക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൽ വന്ന സമയത്ത് അകത്തേട്ട് നമുക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, കാരണം ശീവേലി നടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ശീവേലി തുടങ്ങിയ ശേഷം നമ്മൾ ശീവേലിയുടെ ഒപ്പം തന്നെ 3 വട്ടം അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമായിരുന്നു കേട്ടോ. ശീവേലി എല്ലാം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതിന് ശേഷം കേട്ടോ തിരിച്ചിറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെ അടുത്തുള്ള ചക്കംകുളങ്ങര അമ്പലത്തിലാട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഉത്സവം നടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാനും അമ്മയും കൂടി നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചക്കംകുളങ്ങര അമ്പലത്തിലേക്കാട്ടോ പോയത്. ഏകദേശം ഒരു 12 മണിയെങ്കിലായിട്ടാണ് നമ്മൾ തൃപ്പൂണിത്തമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും. പിന്നെ ഉത്സവം ഉണ്ടെങ്കിൽ ഇവിടെ അമ്പലം നട അടക്കിയിട്ട് നമുക്ക് ഉറപ്പായിട്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നതേ ചന്ന് എല്ലാം തൊട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ തിരുവാതിര നടക്കുന്നത് കാണട്ടോ. കാരണം തിരുവാതിര കാണാൻ നിന്നില്ല, കാരണം ഇത്രയും സമയമായല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലം ഫുൾ തൊഴുത് ഇറങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. തിരിച്ചു പോരുന്ന വഴി റോഡ് എത്തിയപ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന ആനയെ കാണുന്നത്. അപ്പോൾ ആന വണ്ടിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്നും പറഞ്ഞ് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടി. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ടിരുന്നു നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പാണ്ട് ആദ്യം തന്നെ പപ്പടമൊട്ട് എടുത്ത് കഴിച്ചത്. ഇന്ന് ഒരിക്കലായതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ കൂടെ നമുക്ക് മുട്ടക്കറി ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പുട്ട് കഴിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി അമ്മ പഴം പുഴുങ്ങിയിട്ട് പാലും കൂടി മിക്സിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ടിട്ട് ഞാൻ അതാട്ടോ കഴിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതേപോലെ ഒരിക്കലൊക്കെ ഉള്ള ദിവസം ഞാൻ ഈ വക സംഭവങ്ങളാണ് രാവിലെ കഴിക്കണത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.